അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ മാവാദിക്കിന് അതിലൂടെ ഒരു ക്ലബ്ബുകാർ നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറേ ഗെയിംസൊക്കെ കഴിഞ്ഞു. ഞാൻ കുളങ്കരയ്ക്കൊക്കെ കൂടിയിരുന്നു. സെക്കൻഡ് എനിക്ക് സമ്മാനം കിട്ടി. ബാലകറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കാറ്റഗറിയിലാണ് നടക്കുന്നത്. 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ഉള്ളവർക്കാണ്. സോ ബാക്കി വിശേഷങ്ങൾ വീഡിയോ എടുക്കാം. അങ്ങനെ വാലുബറി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽസ് വന്നിട്ടുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആ റെഡ് ഷർട്ടും മറ്റൊന്ന് വാലൊക്കെ പറിച്ച് അതിനുശേഷം വലിയവർക്കുള്ള കസാരകൾ മത്സരമായിരുന്നു. അപ്പോൾ അതിനകത്ത് അമ്മയും ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കസാരയായിട്ട് നിൽക്കാൻ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും ചേച്ചിയും അടുത്തിട്ട് നിന്നായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിലടി കേട്ടതേ അമ്മ ഫ്രണ്ടിലുള്ള ആളുടെ കൈ കയറി പിടിച്ചപ്പോൾ ചേച്ചി ഇനി കസാര ഇല്ലെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നു. പക്ഷെ എൻ്റെ കൈ ആക്ച്വലി ഫ്രീ ആയിരുന്നു. പിന്നെ വേറൊരു ചേച്ചി ഓടി വന്ന് പിടിച്ചു. അഭിപ്രായം പറയൂ. ലാസ്റ്റത്തെ 3 ആൾക്കാർ വന്നപ്പോൾ അതിൽ അമ്മയുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് 3rd ആയിപ്പോയി ഗൈസ്. പക്ഷേ ഇതിൽ സമ്മാനം 1st-ഉം 2nd-ഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ മത്സരിക്കാനുണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ആ കൂടെ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ പല റൗണ്ടായിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു റൗണ്ടിൽ 4 പേര് വെച്ച് കുറേ റൗണ്ട്സ് ഉണ്ട്. അതിൽ നിന്ന് എല്ലാ റൗണ്ടിൽ നിന്നും ഓരോരുത്തരെ വെച്ച് സെലക്ട് ചെയ്ത് ഫൈനൽസ് നടത്തുമായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ടിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. പക്ഷെ ഇനിയാണ് വലിയൊരു കോമഡി വരാൻ പോകുന്നത്. എന്താണെന്നല്ലേ, 2nd റൗണ്ടിൽ മത്സരിക്കാൻ ആരാ ഉള്ളത്? വേറെ ആരുമില്ല, അമ്മയുണ്ടായിരുന്നു 2nd റൗണ്ടിൽ. ആൻഡ് യു നോ സംതിങ്, 2nd റൗണ്ടിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു അമ്മയായിരുന്നു. അങ്ങനെ ഫൈനൽസിലേക്ക് അമ്മയും സെലക്റ്റായി. അങ്ങനെ നെക്സ്റ്റ് 3rd റൗണ്ടായിട്ടോ അതിലേക്കും 4 ആൾക്കാർ വന്നു. ഇനി അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ നീല ചുരിദാറിട്ട് വരുന്ന ആരാ? വേറെ ആരുമല്ല, ചേച്ചി തന്നെ. അങ്ങനെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് റൗണ്ടിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് ഊഹിച്ച് നോക്കിക്കേ, ആരായിരിക്കും 3rd റൗണ്ടിൽ ജയിച്ചിട്ടുണ്ടാവുക? അഫ്കോഴ്സ് വേറെ ആരുമല്ല, ചേച്ചി തന്നെയായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനൽസ് മത്സരിക്കാനുള്ള 4 പേരിൽ 3 പേര് ഞങ്ങൾ തന്നെയായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് 1st റൗണ്ടിൽ മത്സരിക്കാൻ പറ്റുന്നത് ഇവരാണ്. എന്നിട്ട് ഇവർ 2nd റൗണ്ടിലും 3rd റൗണ്ടിലും കയറുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം ഞാനും അമ്മയും ഏകദേശം ഒരേപോലെയായിരുന്നു നിറച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നെക്കാൾ ഒരു റൗണ്ട് കൂടുതൽ ഓടി അമ്മയ്ക്ക് ഫസ്റ്റ് അടിച്ചു ഗൈസ്. അമ്മയുടെ തൊട്ട് പുറകെ ഞാനും എത്തി 2nd സ്ഥാനത്തേക്ക്. പിന്നെ നമുക്ക് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനും ഒക്കെ കഴിച്ചു. കലം തല്ലുപൊട്ടിക്കലില്ലാതെ എന്തോണം. പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫസ്റ്റ് തന്നെ മത്സരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ തന്നെയുള്ളൊരു അമ്മച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ മത്സരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് തട്ടിയൊക്കെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ പൊട്ടിയില്ല. പിന്നെ നമ്മുടെ കഥാനായകി എത്തി ഗൈസ്. ചേച്ചി അല്ലാതെ വേറെ ആരടിക്കാൻ കലം? നടന്നങ്ങ് ചെല്ലുന്നു, ഒറ്റയടി കലം തടിഞ്ഞു പറഞ്ഞായിരുന്നു. പിന്നെ ഗെയിംസ് ഒക്കെ നടക്കുന്നതിനോടൊപ്പം തന്നെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ 3 ടീമായിരുന്നു ടോട്ടലി ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ചെയ്ത പൂക്കളങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ കുറച്ച് റിലാക്സേഷൻ ആവാമെന്ന് വിചാരിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ കയറി ഒരു സർബത്തൊക്കെ കുടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഗെയിംസ് കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ചെവിയിലെന്താ പറഞ്ഞെന്നല്ലേ? സോറി ഗൈസ്, അത് സീക്രട്ടാണ്, പറയാൻ പറ്റില്ല. ആഹാ, ഇതിപ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുന്നേ? ഇവിടെ വന്ന് എല്ലാവരും തന്നെ ട്രഷർ ഹണ്ടിൻ്റെ നിധി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടുപിടിക്കുക ചേച്ചി. ഇവിടെ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം തപ്പന്നേ? അമ്മ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ നിധി കുഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സീനിയേഴ്സിനുള്ള സ്പൂൺ റേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയവർക്കുള്ള വാലുബറിയായിരുന്നു. അങ്ങനെ ആദ്യം കുറേ പേര് മത്സരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഫൈനൽസിലെത്തിയത് ഇവർ 2 പേരുമായിരുന്നു.
ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സമ്മാനങ്ങൾ. ആ വലുത് അമ്മയ്ക്ക് കിട്ടിയതും ബാക്കി 2 ചെറുത് എനിക്ക് കിട്ടിയതുമായിരുന്നു. അവിടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരിടം വരെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.